ഈ ഗോകുലം ഗോപാലിനെ വെറുതെ വിടാൻ ഇ ഡിക്ക് ഉദ്ദേശമില്ലെന്ന് തോന്നുന്നു. ആ വീണ്ടും ഹാജരാകാൻ ഗോകുലം ഗോപാലത്തിന് ഇ ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ വേട്ടയാടുന്നു എന്നാണ് പലരും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്നത്. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ, അതോ എമ്പുരാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു പണി കൊടുത്തതാണോ? അല്ല, ഈ അദ്ദേഹത്തെ വേട്ടയാടുന്നു എന്ന ആക്ഷേപത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതുപോലെ തന്നെ എമ്പുരാനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ റെയ്ഡും പരിശോധനയും ചോദ്യം ചെയ്യലും എന്നൊക്കെ പറയുന്നതിലും വലിയ കഴമ്പൊന്നുമില്ല. കാരണം എമ്പുരാൻ ഇറങ്ങിയിട്ട് 2 ആഴ്ചയായുള്ളൂ. 2022 ആരംഭിച്ചതാണ്. വാസ്തവം പറഞ്ഞാൽ 2017 തൊട്ടുള്ള വിഷയങ്ങളുണ്ട്. 2019 തൊട്ട് ഇ ഡി കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നു. 2022 ആണ് അതിന്മേൽ നടപടികൾ തുടങ്ങിയത്. അത് തന്നെ വിവിധ കേസുകളുണ്ട്, ഒന്നല്ല. ഒന്ന് അദ്ദേഹത്തിന്റെ ചിട്ടി കമ്പനിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മറ്റൊന്ന് ലൂസിഫർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ്. അത് ഗോകുലം ഗോപാലിനെതിരെ മാത്രമല്ല, ആന്റണി പെരുമ്പാവൂരിനെതിരെയും പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയും ഒക്കെ നോട്ടീസുകളുണ്ട്. അത് കണക്കുകൾ, അവർ ഹാജരാക്കിയ കണക്കുകളിലെ പിഴവുകളുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ ചോദിച്ചിരിക്കുന്നതാണ്. അത് വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ തുടരന്വേഷണം നടക്കും. ഇവിടെയും അതാണ് സംഭവിച്ചത്. ഗോകുലം ഗോപാലിനെ മനഃപൂർവ്വം വേട്ടയാടുകയോ അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുകയോ അല്ല ഇ ഡി ചെയ്തിരിക്കുന്നത്. മറിച്ച് വിശദമായിട്ട് അദ്ദേഹത്തെ കണക്കുകൾ ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ടു, നിർദ്ദേശിച്ചു. അദ്ദേഹം സമർപ്പിച്ച കണക്കുകളിൽ പൊരുത്തക്കേടുകൾ വന്നു. ആ പൊരുത്തക്കേടുകളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതും. ഇപ്പോൾ വരുന്ന 22-ാം തീയതി വീണ്ടും ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇ ഡി. അന്നും ചില കാര്യങ്ങൾ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദമായ കണക്കുകളുമായിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം 1.5 കോടി രൂപ കണക്കിൽപ്പെടാത്ത പണം അദ്ദേഹത്തിന്റെ ചെന്നൈയിലെ കോടമ്പാക്കത്തെ ഓഫീസിൽ നിന്നൊക്കെ കണ്ടെടുത്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ ഈ 2022 വിഷയം, 2022 രജിസ്റ്റർ ചെയ്ത അന്വേഷിച്ചു വരുന്ന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. അതിനകത്ത് ഗുരുതരമായ ചില ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും പ്രവാസികളെ ചിട്ടിയിൽ ചേർത്തതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിലൊരു 593 കോടി രൂപയുടെ ക്രമക്കേട് നടന്നു എന്നാണ് ഇ ഡി ആരോപിക്കുന്നത്. അതിൽ തന്നെ 370 കോടി രൂപ ക്യാഷായി കൊണ്ടുവന്നു എന്നാണ്, ക്യാഷായി ഈ ചിട്ടി കമ്പനിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. അതിൽ 220 കോടി രൂപ ചെക്കായിട്ടും കൈമാറി എന്ന് പറയുന്നു. ഇതിനെ സംബന്ധിച്ച വിവരങ്ങൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പെൻഡ്രൈവിലാക്കി ഇ ഡിക്ക് സമർപ്പിച്ചിരുന്നു. ഇ ഡി അത് പരിശോധിച്ചതിന് ശേഷം അതിൽ തൃപ്തരാകാതെയാണ് ഇപ്പോൾ വീണ്ടും 22-ാം തീയതി വിശദമായിട്ട് രേഖകൾ സഹിതം ചോദ്യം ചെയ്യാൻ ഹാജരാകണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ നാട്ടിൽ, അത് നമുക്കറിയാലോ, ഒരുപാട് ചിട്ടി കമ്പനികളുണ്ട്. നാട്ടിൽ ചിട്ടിക്ക് ചേർന്നതിന് ശേഷം വിദേശത്ത് പോയ ആൾക്കാരുണ്ട്. പിന്നെ അവർ പ്രവാസികളായിരുന്നിട്ടാണ് ചിട്ടി അടയ്ക്കുന്നത്. ഇതിനെ സംബന്ധിച്ചും കണക്കുകളിൽ വ്യക്തതയില്ല എന്നാണ് ഇ ഡി പറയുന്നത്. ഇത് സംബന്ധിച്ചും വ്യക്തത വരുത്തണം എന്ന് അദ്ദേഹത്തിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫെമ ഗൈഡ് ലൈൻ അത് ലംഘിച്ചിട്ടുണ്ട്. ഫെമ ഇക്കാര്യത്തിൽ, അതായത് വിദേശ നാണയ വിനിമയ ചട്ടം, അതിൽ ഫെമ കൊടുത്തിരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്, ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് പാലിച്ചിട്ടില്ല എന്നാണ് ഇദ്ദേഹത്തിനെതിരെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. അതായത് അദ്ദേഹത്തിന്റെ ഈ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അതിനെ സംബന്ധിച്ച് ഈ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ഗോകുലത്തിന്റെ അനുയായികൾ പറയുന്നത്, ചൂണ്ടിക്കാട്ടുന്നത് ഈ എമ്പുരാൻ സിനിമയ്ക്ക് പിന്നാലെ നോട്ടീസ് നൽകിയിട്ടുണ്ടല്ലോ, ചോദ്യം ചെയ്തു. അതിന് പിന്നാലെ പൃഥ്വിരാജ്, ആന്റണി പെരുമ്പാവൂർ, അങ്ങനെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം ഒരു വലയത്തിനുള്ളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. വളരെ തെറ്റായ പ്രചാരണമാണത്. കാരണം ആ സിനിമയുമായിട്ട് ഇപ്പോൾ നടക്കുന്ന ഈ പരിശോധനകൾക്കൊന്നിനും ഒരു ബന്ധവുമില്ല. ഇതെല്ലാം 2022 മുതലുള്ള കേസുകളുമായി ബന്ധപ്പെട്ടാണ്. ഈ ഗോകുലം ഗോപാലൻ, പൃഥ്വിരാജ്, ആന്റണി പെരുമ്പാവൂർ, മോഹൻലാൽ, ആൻഡോ ജോസ് തുടങ്ങിയ ആൾക്കാരെല്ലാവരും, അദ്ദേഹം ഒരു നിർമ്മാതാവാണ്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാനും ഒരു സിനിമാ നിർമ്മാതാവാണ്. അദ്ദേഹത്തിനെയും ഈ ഇതുപോലെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം, ദുൽഖർ സൽമാൻ ഇവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം നിർമ്മിച്ച സിനിമകളിലെ കണക്കുകളെ സംബന്ധിച്ച അവ്യക്തതയുണ്ട്. ആ അവ്യക്തത തീർക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെ വേട്ടയാടലാകും? അതെങ്ങനെ എമ്പുരാനുമായി ബന്ധപ്പെടുന്നതാകും? അപ്പോൾ അതൊക്കെ ചുമ്മാ വെറുതെ ഇരവാദം മുഴക്കാൻ വേണ്ടി ഈ സിനിമാക്കാർ പറഞ്ഞു നടക്കുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ഫാൻസ് പറയുന്നതാണ്. അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഇപ്പൊ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഗോകുലം ഗോപാലന്റെ കോഴിക്കോട്, കൊച്ചി, ചെന്നൈ
പിന്നെ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ ഇവർ റെയ്ഡ് നടത്തി. അവിടെ നിന്ന് നിരവധി രേഖകൾ അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ഈ വിശദാംശങ്ങൾ പുറത്തുവിടുന്നത്, ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇതിന് ബന്ധമുണ്ട്. ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റാണ് ആദ്യം നോട്ടീസ് കൊടുക്കുന്നത്. ആ നോട്ടീസിൽ തൃപ്തരാകാതെ വരുമ്പോഴാണ് അന്വേഷണം പതുക്കെ പുരോഗമിച്ചത് ഇഡിയിലേക്ക്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് ചെല്ലുന്നത്. ഇതേ സംബന്ധിച്ചും ഈ പറയുന്നത് പോലെ IT, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇവർക്ക് നേരത്തെ ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ കൃത്യമായി അവർക്ക് ഉത്തരം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടായിരിക്കും വീണ്ടും വിളിക്കുന്നത്. അതെ, അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വിളിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ ഈ പറഞ്ഞതുപോലെ ഫെമ ലംഘനം നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ വ്യക്തതയില്ല, പറയുന്ന മറുപടിയിൽ വ്യക്തതയില്ല. അദ്ദേഹം കൃത്യമായ കണക്കുകളും കാര്യങ്ങളും, അദ്ദേഹത്തിന് ഇത്രയും വലിയ ഇവർക്കെല്ലാവർക്കും സ്വന്തമായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരും മറ്റും ഒക്കെ ഉണ്ട്. എന്തുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അവരെ ഉപയോഗിച്ച് കണക്കുകൾ വ്യക്തമാക്കാൻ സാധിക്കുന്നില്ല? ഇപ്പോൾ പൃഥ്വിരാജിന്റെ കാര്യത്തിൽ തന്നെ വരുന്നൊരു ആക്ഷേപം, അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുമ്പോൾ അതിന് പണം വാങ്ങുന്നില്ല, പക്ഷെ അതിന്റെ ലാഭവിഹിതം വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച കണക്ക് കാണിക്കണ്ടേ? ഈ ഒരു നടൻ വാങ്ങുന്ന പണം, തൻ്റെ അഭിനയത്തിന് കൂലിയായി വാങ്ങുന്ന പണത്തിന് കൃത്യമായിട്ട് ഇൻകം ടാക്സ് കൊടുക്കണം. അവിടെ അതിന് പകരം അത് മാറ്റി വെച്ചിട്ട് അത് വേണ്ട എന്ന് പറയുകയും പകരം ആ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണം മുടക്കിയിട്ട് അതിന്റെ ലാഭവിഹിതം പറ്റുകയും ചെയ്യുന്നു. അതിന്റെ കണക്ക് കാണിക്കണ്ടേ? അതിൽ കൃത്യത വരണ്ടേ? അവിടെ ഈ പറയുന്നത് പോലെ അവ്യക്തമായ കണക്കുകൾ കൊടുത്താൽ മതിയാകുമോ? അത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഏജൻസി അംഗീകരിക്കുമോ? നാളെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു വ്യവഹാരം നടക്കുകയാണ്. അപ്പൊ ഈ ഭരണഘടനയും ഇന്ത്യൻ നിയമങ്ങളെയും സിനിമയിൽ പുകഴ്ത്തുന്ന പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർക്ക് സ്വന്തം കാര്യം വരുമ്പോൾ അത് പാലിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ ഭരണഘടനയും ഇല്ല, അവിടെ ഈ പറയുന്ന മനുഷ്യാവകാശവും ഇല്ല, ഈ പറയുന്ന സത്യസന്ധതയും ഇല്ല, ഇതൊന്നുമില്ല. അവിടെ കൃത്യമായിട്ട് ഇവരെല്ലാവരും ടാക്സ് വെട്ടിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ EDയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് നാളെ ആരെങ്കിലും കോടതിയിൽ പോയൊരു വ്യവഹാരം, ഒരു കേസ് കൊടുക്കുകയാണ്, കോടതി EDയോട് ചോദിക്കില്ലേ, നിങ്ങൾ അവിടെ എന്തെടുക്കുകയാണ്, ഈ സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ നടന്നാൽ മതിയോ എന്ന് കോടതി ചോദിക്കില്ലേ? കോടതി ഇവരെ എടുത്ത് അലക്കും. ഈ ഉദ്യോഗസ്ഥന്മാരെ അതിന് മറുപടി പറയണം. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടും അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. ഇന്ന് ഈ രാജ്യത്ത് ഭരണം നടക്കുന്നുണ്ട്. പിൻസീറ്റ് ഡ്രൈവിംഗ് അല്ല, മദാമ്മമാരുടെ പിൻസീറ്റ് ഡ്രൈവിംഗ് അല്ല ഈ രാജ്യത്ത് നടക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഭരണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ കണക്കുകളും കാര്യങ്ങളും രേഖകളും ഒക്കെ ഹാജരാക്കേണ്ടി വരും. അത് ഹാജരാക്കിയില്ലെങ്കിൽ അത് കൃത്യമായിട്ട് പിടിച്ചെടുക്കാനുള്ള കഴിവുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അതിനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ED ചോദിക്കുന്ന കാര്യങ്ങൾ, അവർ ആവശ്യപ്പെടുന്ന രേഖകൾ ഒക്കെ സമർപ്പിക്കുക, കൃത്യമായ ഉത്തരം കൊടുക്കുക. ഇനി ടാക്സ് വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫൈൻ അടയ്ക്കുക. ഇത് ടാക്സ് വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ അടച്ചാൽ തീരുന്ന കുറ്റമേ ഉള്ളൂ. അല്ലാതെ അവരാരും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല ആരെയും. പക്ഷേ നാണം കെടും. കാരണം ഈ പറയുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ കൃത്യമായിട്ട് രാജ്യത്തിന് കിട്ടേണ്ട നികുതി വെട്ടിച്ചു എന്ന് എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവും. അത് അവർക്ക് നാണക്കേട്. ആദായ നികുതി വകുപ്പായാലും ഈ കേരളത്തിലെ സിനിമാ മേഖലയിൽ വലിയ ശ്രദ്ധ പുലർത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, തമിഴ് സിനിമാ മേഖലയിലും തെലുങ്ക് സിനിമാ മേഖലയിലും അതുപോലെ കന്നഡത്തിലും ബോളിവുഡിലും ഒക്കെ വലിയ രീതിയിൽ കള്ളപ്പണം വന്നു പോകുന്നുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ട്. സിനിമാ മേഖല മൊത്തത്തിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു മേഖലയാണത്. അത് നമുക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വലിയ തോതിൽ വളരെ പണ്ട് തൊട്ടേ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു വരുന്നു. ഏതാണ്ട് 40-50 വർഷമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ അതിനെ സംബന്ധിച്ച് കൃത്യമായും ഈ പറയുന്നത് പോലെ രാജ്യത്തെ ഭരണ സംവിധാനം നമുക്കറിയാം. നമ്മളിപ്പോൾ 4.3 ട്രില്യൺ എക്കോണമിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. നമ്മൾ സമീപ ഭാവിയിൽ തന്നെ ജപ്പാനെ മറികടക്കും. വരുന്ന ഒരു വർഷം കൊണ്ട് ജർമ്മനിയെ മറികടക്കും. ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി കുതിക്കുകയാണ് ഭാരതം. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ അടുത്തത് ഇന്ത്യയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു സമാന്തര സമ്പദ്ഘടന, ഒരു കള്ളപ്പണ ലോബി നമ്മുടെ രാജ്യത്തുണ്ടെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസന കുതിപ്പിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്നതാണ്, അതിന് വലിയ ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥന്മാരും വളരെ കൃത്യമായി അതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം അതുമായി ബന്ധപ്പെട്ടുകൂടിയാണ്. അല്ലാതെ ഇത് വെറുതെ ആരെങ്കിലും വേട്ടയാടാനോ ഏതെങ്കിലും ഒരു സിനിമ എടുത്തതിൻ്റെ പേരിൽ ദ്രോഹിക്കാനോ ഒന്നും വേണ്ടിയിട്ടുള്ളതല്ല.
മറിച്ച് വളരെ കൃത്യമായി നമ്മുടെ രാജ്യത്തെ സമ്പദ്ഘടന സുസ്ഥിരമാക്കണം, അത് സുതാര്യമാക്കണം, അത് സത്യസന്ധമായിരിക്കണം. കാരണം നമുക്ക് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാനുള്ളതാണ്. അവിടെ നമ്മൾ ഈ കള്ളപ്പണ ലോബി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഹവാല ഡീലുകൾ നടക്കുന്ന ഒരു രാജ്യമാണ്, ഒരു സമാന്തര സമ്പദ്ഘടനയുള്ള രാജ്യമാണ് ഭാരതം എന്ന് പറയുന്നത് നാണക്കേടാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് അത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികളുമായിട്ട് ഇ ഡി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത.